വചനസാരം വചനസാരം. കുഞ്ഞുങ്ങളെ പുഴ കടത്താനുള്ള പരിശ്രമത്തിലാണ് ഒരു പുള്ളിക്കാരൻ എന്നും വ്യാപൃതനായിരുന്നത്. ഒരിക്കലൊരു കുഞ്ഞിനെ തോളിലെടുത്തപ്പോൾ ഒരു ഭൂമി മുഴുവൻ ചുമലിലേറ്റുന്ന ഭാരം. ആ വിവരം ആ മനുഷ്യൻ തൻ്റെ ചുമലിലിരുന്ന കുഞ്ഞിനോട് പങ്കുവെക്കുകയും ചെയ്തു. കുഞ്ഞാവട്ടെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഭാരം കാണാൻ സാധ്യതയുണ്ട്. ഈ ഭൂലോകം സൃഷ്ടിച്ചവനാണ് ഞാൻ. ഉണ്ണിമിശുക എന്നാണ് എൻ്റെ പേര്. എൻ്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ നിറവേറ്റി തന്നത്. ഒരു കുഞ്ഞിനെ ഗൗരവമായെടുത്ത ക്രിസ്റ്റഫർ എന്ന വിശുദ്ധൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ക്രിസ്തുവെന്ന കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ നശിപ്പിക്കാതെ തോളിലേറ്റിയതുകൊണ്ട് ക്രിസ്റ്റഫർ വിശുദ്ധ ക്രിസ്റ്റഫറായി മാറി. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കതയേക്കാൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് അവരുടെ സഹനങ്ങളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. ഒരു കൊച്ചുകുട്ടി വീണ് കഴിഞ്ഞാൽ തൻ്റെ അപ്പനോ അമ്മയോ ഓടി വന്ന് അവനെ എഴുന്നേൽപ്പിക്കും. സാരമില്ലടാ പോട്ടെ, അവനെ വാരിപ്പണർന്ന് തലോടി ചേർത്ത് പിടിക്കുമ്പോൾ കരയുന്ന കുട്ടി പെട്ടെന്ന് വേദനയുണ്ടെങ്കിലും കരച്ചിൽ നിർത്തും. കാരണം അവരുടെ സുരക്ഷിതത്വം അവർ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ കണ്ണ് നിറയുമ്പോൾ, മുഖമൊന്ന് വാടുമ്പോൾ ഇവരും വേദനിക്കാതിരിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു വൈദികൻ്റെ കസിൻ കുട്ടി 2 വയസ്സുള്ളപ്പോൾ അവളെ എടുത്തുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. ഭിത്തിയുടെ മുകളിലിരുത്തി കൈകൊട്ടി കളിപ്പിക്കുമായിരുന്നു. പെട്ടെന്ന് പുറകിലേക്ക് മറിഞ്ഞു വീണു. ചെറിയ പൊക്കമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവൾ വീണു. അത് കണ്ടുകൊണ്ടിരുന്ന ആൻറ്റിയും മറ്റുള്ളവരൊക്കെ ഓടി വന്നു. പക്ഷേ അവൾ കരഞ്ഞില്ല. കാരണം കരഞ്ഞാൽ എന്നെ അടിച്ചാലോ എന്ന് കരുതി അവൾ വേദന സഹിച്ചു. സത്യം പറഞ്ഞാൽ നിഷ്കളങ്കത്വം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം. അതുകൊണ്ടാണ് തങ്ങൾ തട്ടി വീഴുമ്പോഴൊക്കെ, നിലത്ത് വീണ് കിടക്കുമ്പോൾ മാതാപിതാക്കൾ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി വാരിപ്പുണരുമ്പോൾ കരച്ചിൽ പെട്ടെന്ന് മാറുന്നേ. കാരണം ഇനി ആ നിലം, തലമുട്ടിയ വാതിൽ, തട്ടി വീണ കല്ലുകൾ, പടികൾ ഒന്നും തന്നെ അടികൊണ്ട് വേദനിക്കരുതെന്നുള്ള ഒരു വാശി. ഉള്ളിൽ വേദനയുണ്ടെങ്കിലും അവർ സ്വയം കരച്ചിലടക്കി സന്തോഷിക്കുമായിരുന്നു. തീർച്ചയായും ഈശോ അവരെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയുടെ ഉള്ളിലും ഒരു ശിശുത്വം ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വേദനയ്ക്ക് വേണ്ടി ഞാൻ സ്വയം സഹിക്കുമെന്നൊരു തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചനഭാഗത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാനായിട്ട് അനുവദിക്കുവിൻ, അവരെ തടയണ്ട. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണെന്ന്. അതുകൊണ്ട് ഈശോയെ പോലെ നമുക്കാകാം, ശിശുക്കളെ പോലെ ആകാം. സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും ആവുന്നത്ര കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം. കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ പോലും നമുക്ക് നശിപ്പിക്കാതിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.